ഇതിനെന്തായാലും നോക്കൂ, ഈ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ പ്രഖ്യാപനങ്ങൾ മുൻനിർത്തിയായിട്ടായിരിക്കും ഇത് മുൻനിർത്തി കൊണ്ടായിരിക്കും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇടതുമുന്നണി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഇനി പറയാലോ, അടിസ്ഥാന വർഗങ്ങൾക്ക് ഒക്കെ നമ്മൾ താങ്ങാവുന്നു, സഹായമാകുന്നു, അവർക്ക് എല്ലാ പിന്തുണയും നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം വാദിക്കാൻ നിയമസഭയിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇതിനെ പൊളിറ്റിക്കലി ഏത് രീതിയിലാണ് പ്രതിപക്ഷം നേരിടാൻ പോകുന്നത്? ഇതിനകത്ത് പൊളിറ്റിക്കലി നേരിടുന്നതിന്റെ പ്രശ്നമല്ല നമ്പ്യാർ. ഈ വിഷയം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ കളിയാക്കുന്ന രീതിയിലേക്കുള്ള ഒരു ബഡ്ജറ്റായി മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് പ്രിയപ്പെട്ട ഇടത് സഹയാത്രി അല്ലെ ഇടതുപക്ഷത്തിന്റെ വക്താവ് പറഞ്ഞത് യാതൊരു സാമ്പത്തിക മാധ്യവും ഇല്ല എന്നുള്ളത്. ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയ ഗവൺമെന്റാണ്. 10 ലക്ഷത്തിൽ കൂടുതൽ രൂപ പിൻവലിക്കാൻ പറ്റില്ല ഇന്നും ട്രഷറി നിയന്ത്രണം നമ്മുടെ കേരള സംസ്ഥാനത്ത് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞല്ലോ, തലോടലും വികസനവുമാണ് ഈ ബജറ്റിന്റെ നേട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നതും. ഇപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അതെ അങ്ങനെയാണല്ലോ ഒരു ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത്. പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിനോടും തോമസ് ഐസക്കിനോടും അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ വക്താവിനോട് ചോദിക്കാനുള്ളത്, രക്ഷിതാക്കൾ ഒരാൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ധനസഹായം നൽകുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്, സ്നേഹപൂർവ്വം പദ്ധതി എന്ന് പറയുന്ന പദ്ധതി. ആ പദ്ധതി ഇല്ല, ഇപ്പം നടപ്പിലാക്കാത്ത 12 മാസം കഴിയുകയാണ്. കേൾവി നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ശ്രുതിതരംഗം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി ഇന്നില്ലാതായിട്ട് 24 മാസം തികയാണ്. അതുപോലെ തന്നെ ആശ്വാസകിരണം എന്ന് പറഞ്ഞ കിടപ്പ് രോഗികൾക്കുള്ള പദ്ധതി അതും ഇല്ലാതെ, ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ പദ്ധതി അത് കറക്റ്റായിട്ട് കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഡയാലിസിസ് രോഗികളുടെ കാര്യത്തിലായാലും ആ രീതിയിലേക്കുള്ള ഈ പറയുന്ന രീതിയിലേക്കുള്ള ആളുകളെ എല്ലാം അവഗണിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇന്നും അവർക്കുമായി ബന്ധപ്പെട്ട് മുൻ ഗവൺമെന്റുകൾ തുടങ്ങി വെച്ച ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള പദ്ധതികൾ, എന്തിനേറെ പറയുന്നു കാരുണ്യ പദ്ധതി. അറിയാമല്ലോ, നമുക്കിന്ന് ഇപ്പോൾ ഈ ഒരുപാട് ഇൻഷുറൻസിന്റെ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഈ ബജറ്റിലുണ്ട്. കാരുണ്യ പദ്ധതിയിൽ 1200 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് അടയ്ക്കാനുള്ളത്. നമുക്ക് നാളെ ഒരു അസുഖം വന്നു ഹോസ്പിറ്റലിൽ പോകും, സാധാരണക്കാരാണല്ലോ ഇതിന്റെ ഉപഭോക്താക്കളായിട്ട് വരുന്നത്. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനെ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1200 കോടി രൂപ ഇപ്പോഴും കൊടുക്കാനുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് ഈ പറയുന്ന ഗവൺമെന്റും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നത്. പിന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ആ പദ്ധതിക്ക് 2 കോടി രൂപ അനുവദിച്ചു എന്നാണ് ബഡ്ജറ്റിലുള്ളത്. അതിദാരിദ്ര്യ ലിസ്റ്റ് ഇറങ്ങി അതുമായി ബന്ധപ്പെട്ട് അതിദാരിദ്ര്യങ്ങൾ ഇല്ലാത്ത നാടായിട്ട് കേരള സംസ്ഥാനത്തെ പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഒരു മഹോത്സവം നടത്തി. നേറ്റിവിറ്റി കാർഡ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരുന്നത് എന്താണാവോ? അതാ, ഇതിനകത്ത് ഒരു ധാരണയും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. കാരണം അതിദാരിദ്ര്യം ഇല്ല എന്ന് പറയുന്നതാണ്. ഇപ്പൊ പറയുന്ന ജനൻ TV പോലെ ഏത് ചാനലുകളായാലും ഏത് മുഖ്യധാര പത്രങ്ങൾ എടുത്തു വെച്ച് നോക്കിയാലും ഓരോ ദിവസവും ടാർപ്പയ്ക്കുള്ളിൽ അഥവാ പിണറായി വിജയന്റെ ഫ്ലെക്സ് എവിടെയെങ്കിലും ഉണ്ട്, അത് വലിച്ചെടുത്തുകൊണ്ട് പോയി വീടുണ്ടാക്കി താമസിക്കുന്ന, കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ആളുകളുടെ ചിത്രങ്ങളും അവരുടെ പ്രയാസങ്ങളും ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സംസ്ഥാനത്താണ് അതിദാരിദ്ര്യം ഇല്ല എന്നും പറഞ്ഞു പ്രകസനമായി അവരെയൊക്കെ കൊഞ്ഞണം കുത്തിക്കുന്ന രീതിയിലേക്കുള്ള സദസ്സ് നടത്തി മുന്നോട്ട് പോയത്. അങ്ങനെ ഈ പറയുന്ന കേരള സംസ്ഥാനത്തെ ജനങ്ങളെ എല്ലാം പറ്റിച്ചിട്ട് അവസാനം ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള ബജറ്റുകൾ, ഈ ബജറ്റ് സത്യത്തിൽ ആ ബജറ്റ് അവതരിപ്പിച്ച് ഈ പറയുന്ന തോമസ് ഐസക്ക് ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ ഓരോന്ന് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് കളിയാക്കുന്ന രീതിയിലേക്ക് ഇവർ കഴിഞ്ഞ വർഷം മാനിഫെസ്റ്റോയിൽ കൊണ്ടുവന്ന 10 വർഷം മുമ്പ് മാനിഫെസ്റ്റോയിൽ കൊണ്ടുവന്ന കാര്യങ്ങളെങ്കിലും അല്ലെ അവരുമായി ബന്ധപ്പെട്ട പ്രകടന പത്രികയെ കൊണ്ടുവന്ന കാര്യങ്ങളെങ്കിലും നടപ്പിലാക്കി പോകാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം പോലും ഇല്ലാത്ത ഒരു പാർട്ടിയായും ഗവൺമെന്റായും ഇത് അധപ്പതിച്ചു പോയ ഗവൺമെന്റാണ്. വീണ്ടും ഈ പറയുന്ന സർക്കാർ ചെലവിൽ ഒരു പ്രകടന പത്രികയായിട്ട് വരികയാണ്. നമുക്കറിയാം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമയം ഒരുപാടില്ല എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ പറയുന്നത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഓരോ നിയോജക മണ്ഡലത്തിലും 7 കോടി രൂപ വെച്ച് അനുവദിക്കും എന്നൊക്കെയാണ് പറയുന്നത്. നവകേരള നിർമ്മാണത്തിന് 1000 കോടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നവകേരള നിർമ്മാണത്തിന് 1000 കോടി മാറ്റി വെച്ചിട്ടുണ്ട്.
അതെ അതെ, അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഒരു നിയോജകമണ്ഡലത്തിൽ 7 കോടി രൂപ വെച്ച് അതെ ഈ പറയുന്ന MLA മാർ കണ്ടെത്തി കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ കേരള സദസ്സിൽ പരാതി കൊടുത്തവരുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം. ആർക്കൊക്കെ എവിടുന്നൊക്കെയാ പിന്നെ പിന്നെ തീർപ്പാക്കൽ പരാതി കൊടുത്തവരുടെയൊക്കെ അവസ്ഥ, PSC ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ, സിവിൽ പോലീസ്, ഈ പറയുന്ന എക്സൈസ് ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ, ഈ നാട്ടിലെ ജനങ്ങൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക് ഒന്നും ജീവിക്കാൻ പറ്റാത്ത, ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, പിന്നെ PSC പോലെയുള്ള ഈ പറയുന്ന തൊഴിൽ മേഖലകളെല്ലാം നഷ്ടപ്പെടുത്തി പോയി, എംപ്ലോയ്മെന്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാതാക്കി. അങ്ങനെ കേരളത്തെ മുഴുവൻ എങ്ങനെ നശിപ്പിക്കാമോ ആ രീതിയിലെല്ലാം നശിപ്പിച്ചിട്ട് അവസാനം വന്നിട്ട് ഈ പറയുന്ന ജനങ്ങളെ വീണ്ടും ഒന്ന് പറ്റിക്കാം എന്നുള്ള രീതിയിലേക്ക് ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ സംസാരിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച ആളായിട്ട്, ബജറ്റ് അവതരിപ്പിച്ച ആളായിട്ട് മാറാൻ പോകുന്ന റെക്കോർഡ് KN ബാലഗോപാൽ നേടിയെടുക്കുമെന്ന് മാത്രമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് ജനങ്ങൾ ചർച്ച യെസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലേക്കാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.